ഫ്രണ്ട്സ്, എയർ ഫ്രയറോ ഓവനോ കുക്കറോ ഒന്നുമില്ലാതെ നമുക്ക് നല്ലൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ എടുക്കാം. മൈദ ഓൾറെഡി അരിച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കാണുന്നുണ്ട്. അത് സാരമില്ല, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് ബാലൻസ് ആയിക്കോളും. നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് കോഫിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ബീറ്റർ ഇല്ലാത്തവർ 2 ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താലും നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാൻഡൊക്കെ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി, അത് ആ കേക്ക് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. തണുത്തതിന് ശേഷം നമ്മളെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, കേക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ബട്ടർ ക്രീമാണ് റെഡി. അതിനായിട്ടൊരു പാത്രം എടുത്തു. അതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര 1-2 പ്രാവശ്യമായിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര 2 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ രാത്രിയാണ് കേക്ക് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. പിറ്റേ ദിവസം എടുത്തു. ഇതാ കേക്ക് കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റ്, കത്തി വെച്ചപ്പോൾ തന്നെ അങ്ങ് താഴ്ന്നു പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.